ഹലോ ഗൈസ്, മഞ്ജു ആൻ്റണി ചേച്ചിക്കാണ് വീണ്ടും എൻ്റെ വീഡിയോ. ഞാൻ ഷോർട്സ് വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. 3 മിനിറ്റല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് മാത്രം. മഞ്ജു ചേച്ചിക്ക് വീണ്ടും എന്നോട് പിണക്കം തോന്നരുത്. പിണക്കം തോന്നിയാൽ ദേഷ്യം തോന്നുന്നു, എനിക്കൊന്നുമില്ല. ഇനി അടുത്തത് പറയാം. ചേച്ചി പറഞ്ഞൊരു കാര്യം, ഒരു വീട്, നമ്മളൊരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ചെയ്ത് കൊടുക്കണം. അത് വീടായാലും ആഹാരമായാലും ഡ്രസ്സായാലും നല്ലത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സന്തോഷം സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. ചിലരടുത്തുനിന്ന് ലാഭം പിടിക്കാൻ വേണ്ടി പലതും ചെയ്യും, പക്ഷേ എല്ലാവരും അങ്ങനല്ല. ഈ മഴ പെയ്ത് കഴിഞ്ഞ് ഏത് വീട് എത്ര തന്നെ കാശ് മുടക്കി പണിഞ്ഞാലും അത് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നത്. വീടൊക്കെ ഒഴുകിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ. പ്രകൃതി ദുരന്തം, കാറ്റെടുത്തുകൊണ്ട് പോകും, മഴ എടുത്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി അങ്ങനെ പോകും, മണ്ണിടിച്ചിലുണ്ടാവും, എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും, സുനാമി എടുത്തുകൊണ്ട് പോയി. അതൊക്കെ ഈ നാട്ടിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ആ വീട് ചോരെന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറ്റമാണോ? ഒരു തെറ്റായി പോയോ? പിന്നെ ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. രേണുസുതി ഇൻസ്റ്റയിൽ പോലും ഇങ്ങനെയുള്ള പോസ്റ്റുകളോ വീഡിയോകൾ ഇട്ടിട്ടില്ല. നിങ്ങളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് അവർക്ക് കിട്ടിയനായിരുന്നു അവരിതൊക്കെ എടുത്ത് നിട്ടിരുന്നെങ്കിൽ അവരുടെ ചാനലിലൊക്കെ ഇട്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. രേണുസുതിയുടെ ചാനലല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ രേണുസുതി വന്ന് പബ്ലിക്കിൽ പറയുന്ന വീഡിയോയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, ഇനിയും ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. രേണുസുതിയുടെ ഇൻസ്റ്റയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരി നിങ്ങളെ വീഡിയോ. റീൽസാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ വന്നെന്ന് നിങ്ങളെപ്പോലെ ഒരു കുറ്റം പറയാൻ ഞാനൊക്കെ കമൻറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾ റിപ്ലൈ തരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി വെച്ചാൽ നെഗറ്റീവ്. രേണുസുതി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോ, എങ്കിൽ പിന്നെ അവരെ പാവാട വള്ളികൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ അവരെ സാരിത്തം പിച്ചിട്ട് കിടക്കുന്ന വിളിക്കാം. അങ്ങനെയുള്ള പേരുകളൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ച് ചേച്ചി എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയാണ്, പേരിടൽ ചടങ്ങാണ്. 28 ആയിരിക്കും എല്ലാവരുടെയും. പാവാട വള്ളികൾ. എൻ്റെ പേര് ഖൂ അതുപോലും മനസ്സിലാവാത്ത വ്യക്തിയാണെന്നും പറഞ്ഞ് എനിക്ക് വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു. എന്ത് ബുദ്ധിമുട്ടൊന്നും നോക്കണം, അവർക്ക് എന്തുമാത്രം അത് കൊണ്ട്. എൻ്റെ ഐ ഡി വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ കമൻറ്റ് ഇടുന്നത്. അല്ല നിങ്ങളെപ്പോലെ ഫേക്ക് ഐ ഡി ഇതാക്കിയിട്ടല്ല. അത് നിങ്ങൾക്കത് നിങ്ങളൊന്ന് പറഞ്ഞല്ലോ. ഞാനല്ല, എനിക്ക് 27K ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് ഐ ഡി ഞാനല്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല, എനിക്ക് ഒറ്റ ഐ ഡിയേ ഉള്ളൂ, ഞാൻ അതിൽ നിന്നാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആ വീഡിയോ കമൻറ്റ് ഇട്ടതിന് ശേഷമാണ് 2:2 ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് 2:2 ഐ ഡി വന്നിട്ട് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. നിങ്ങളുടെ വീഡിയോ കമൻറ്റ് ഇട്ടതിന് ശേഷം മാത്രം, അതിന് മുമ്പുമില്ല അതിന് ശേഷം ഇപ്പോഴുമില്ല. കാര്യം ഞാൻ പറഞ്ഞു, പോലീസ് കേസ് കൊടുക്കുമ്പോഴും നീ ഇതുപോലെ വന്ന് കാണണം, അവനെന്ന് കാണണം എനിക്ക്, അവനായാലും അവളായാലും ആരായാലും. മഞ്ജു ചേച്ചിയുടെ ഫാൻസ് ആയിരിക്കാം, അല്ലെങ്കിലും പോട്ടെ. എനിക്ക് വയ്യ കേട്ടോ, ചിരിക്കാൻ വയ്യ. എന്തൊക്കെ ആൾക്കാരാണ്.